ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു ഒരുക്കപ്പാട് നടത്തുന്ന മാസം അതാണ് റജബ് മാസം. ആ പരിശുദ്ധമായ റജബ് മാസത്തിൽ നിന്ന് ഏകദേശം 10-25 ദിവസങ്ങൾ നമ്മോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നാം ഒരു പുനർചിന്തക്ക് തയ്യാറാകണം. ഈ നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ സംബന്ധിച്ച് വളരെ ശക്തമായി വേദനിക്കുകയും ഇനി അവശേഷിക്കുന്ന ദിനരാത്രങ്ങളൊക്കെ അത് കഴിവിന്റെ പരമാവധി എങ്ങനെയൊക്കെ നമുക്ക് ഉപകാരപ്രദമാക്കി നേടിയെടുക്കാൻ സാധിക്കുമോ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ആദ്യമായി ഞാൻ എന്റെ ശരീരത്തെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ, നമ്മുടെ പ്രവർത്തനം അല്ലാഹു നന്നാക്കി തരട്ടെ. അധിപനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അടിമകളാണ് നാം. ഈ അടിമകളായ നമ്മെ അല്ലാഹു സൃഷ്ടിച്ചതിന്റെ വ്യക്തമായ താല്പര്യത്തെപ്പറ്റി നാം ബോധവാന്മാരാണ്. മനുഷ്യരായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് രണ്ട് കാലിൽ ഇങ്ങനെ സുഖിച്ച് നടന്നു ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ശ്വാസോച്ഛ്വാസം നടത്താനും വേണ്ടി മാത്രമല്ല, മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു സുഖാനുഭൂതിയിൽ അടിമപ്പെട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, ആ രീതിയിലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപഴകുന്ന മറ്റൊരുപാട് ജീവികളെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മെ പോലെ ഭക്ഷണം കഴിക്കുന്ന ജീവികൾ മറ്റുമുണ്ട്, വെള്ളം കുടിക്കുന്ന ജീവികളുണ്ട്, അതുപോലെ ശ്വാസോച്ഛ്വാസം മറ്റ് ജീവികളിൽ അരങ്ങേറ്റം നടക്കുന്നുണ്ട്, സന്താനോൽപാദന പ്രക്രിയ മറ്റുള്ള ജീവികളിലും നടക്കുന്നുണ്ട്, പരസ്പരം അടുപ്പവും സ്നേഹവും ബന്ധവും ഒക്കെ മറ്റ് ജീവികളിലും നാം പ്രകടമായി കാണുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു വിഭാഗമായി വിവേകത്തിന്റെയും വിശേഷത്തിന്റെയും വേർതിരിവിന്റെയും ബുദ്ധി അല്ലാഹു നൽകി അനുഗ്രഹിച്ചു നമ്മയൊക്കെ മനുഷ്യരെന്നൊരു പ്രത്യേക പരിഗണന നൽകി സൃഷ്ടിച്ചത് വെറുതെ നാൽക്കാലികളെ പോലെയും ഇരുകാലികളെ പോലെയും ജീവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ സൃഷ്ടാവായ റബ്ബിനെ പറ്റി നിരന്തരമായ ഓർമ്മയിലൂടെ ആ പടച്ച റബ്ബുമായി കൊണ്ട് കണക്ഷൻ സ്ഥാപിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ആ റബ്ബിന്റെ ഹദറത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് ആ പടച്ച റബ്ബ് എണ്ണി തീർക്കാൻ കഴിയാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അധിപനായ റബ്ബ് അവന്റെ സന്നിധാനത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മോട് ചോദ്യം ചെയ്യുമ്പോൾ ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. കേൾക്കാനുള്ള കാത്, കാണാനുള്ള കണ്ണ്, സംസാരിക്കാനുള്ള ശേഷി, എല്ലാറ്റിലും ആവശ്യമായ കഴിവുകളും അവയവങ്ങളും ആ രീതിയിലുള്ള സൗകര്യങ്ങളും ചെയ്തു തന്ന റബ്ബ് അവൻ തന്നെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നത് ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഇതൊക്കെയും നിന്റെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വസ്തുക്കളാണ്. ഈ സൗകര്യങ്ങളും ഈ അനുഗ്രഹങ്ങളും ആസ്വദിച്ച ഞാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇതിന്റെയൊക്കെയും ആ ഉപകാരത്തെ ആസ്വദിച്ച് നീ എന്നോട് എങ്ങനെ സമീപിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരു നന്ദിയുള്ള അടിമയായി അവന്റെ മുന്നിൽ നമുക്ക് എത്തിച്ചേരാൻ എന്റെ കഴിവിന്റെ പരമാവധി റബ്ബേ നീ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊരു പദം പറയാൻ അർഹത നേടിയ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു നമ്മയൊക്കെ അവന്റെ ശാക്കിരീയങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. വിശേഷ ബുദ്ധിയില്ലാത്ത തൊട്ടാലേഴ് പ്രാവശ്യം കഴുകൽ നിർബന്ധമെന്ന് ശരീഅത്ത് പഠിപ്പിച്ച അയിന്നജസ് എന്ന് പ്രത്യേകമായിരിക്കുന്ന ഒരു ടൈറ്റിൽ നൽകി അത്രയും മലീമസമായൊരു വസ്തുവാക്കി ശരീഅത്ത് പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞ ഈ പട്ടി എന്ന് പറയുന്ന വസ്തുവുണ്ടല്ലോ, നാം കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ നാം ഒരു ശുദ്ധിയുമില്ലാത്ത ഇട്ടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട്
4 ദിവസം അത് സ്ഥിരമായി തിന്ന് പരിചയപ്പെട്ടൊരു പട്ടി ആ വയസ്സ് കൊടുത്തിരിക്കുന്ന യജമാനനെ കാണുന്ന സമയത്ത് 4 കാലും ഭൂമിയിൽ പതുക്കി വെച്ചിട്ട് പിന്നിൽ നിന്ന് വാലാട്ടിയിട്ട് നന്ദി പ്രകടനം നടത്തുന്നുവെങ്കിൽ നമ്മുടെ സഹജീവിയെ പോലെ ജീവിക്കുന്ന പൂച്ചയുണ്ടല്ലോ, നാം തിന്നിട്ട് തല്ലുന്ന ഭക്ഷണത്തിന്റെ അല്പം ഭാഗം കൊടുത്തതിന്റെ നന്ദിയായിട്ട് നമ്മുടെ കാലിൽ വട്ടം കറങ്ങി ഉരസി നടന്നിട്ട് അതിങ്ങനെ നന്ദി പ്രകടനം നടത്തുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിശേഷ ബുദ്ധി നൽകി അനുഗ്രഹിച്ച നമ്മെ ആ അനുഗ്രഹം ഉൾക്കൊള്ളുന്ന നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന റബ്ബ്, ആ റബ്ബിന്റെ മുന്നിൽ നന്ദിയുള്ളൊരടിമയായി ജീവിക്കണമെന്ന ബോധം ഇതുവരെ എന്റെയും നിങ്ങളുടെയും കൽവിൽ വന്നിട്ടുണ്ടോ ഇല്ലേ? ഒരു ചോദ്യം ചെയ്യൽ നമ്മുടെ ശരീരത്തെ നാം വിജയമാക്കണം. അല്ലാഹു നമുക്ക് നന്മ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സർവവിധ ആശ്വാസത്തിന്റെ വകയുമുള്ള ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുൽ അശ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൽ ഖൈറു മൻ യംശി അലാ ഖദമി. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ആദരവിന്റെയും അംഗീകാരത്തിന്റെയും അവകാശമുള്ള സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബിനെ പോലെ പടച്ച റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിച്ചൊരു വ്യക്തിത്വമില്ല. പടച്ച റബ്ബ് തന്നെ തീരുമാനിച്ചത് ആ ഹബീബിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായതൊന്നും എനിക്ക് വേണ്ട എന്നത് തന്നെയാണ്. എന്റെ ഹബീബ് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതല്ലാതെ ഞാൻ പ്രവർത്തിക്കുകയില്ലെന്ന് തീരുമാനിച്ച റബ്ബുണ്ടല്ലോ, അങ്ങനത്തെ റബ്ബിൽ നിന്ന് എന്തും ചോദിച്ചു വാങ്ങാൻ കൽപ്പുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബായ തങ്ങൾക്ക് പടച്ച റബ്ബിന്റെ അടുക്കലുള്ള പരിഗണനയുടെ കടുപ്പം അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തെ കേന്ദ്രീകരിച്ച് ഇബാദത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഒരു വേളയിൽ നസറൽ അമീൻ മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് സ്പെഷ്യൽ നിർദ്ദേശം കൊടുക്കുന്നത്, നബിയേ, ഇന്നു മുതൽ ഇനി നിങ്ങൾ അത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ ആ നിർദ്ദേശം അംഗീകരിച്ചു, അത് നടപ്പിൽ വരുത്തി. പക്ഷേ അപ്പോഴൊക്കെയും ഹബീബായ തങ്ങളുടെ ആഗ്രഹം എനിക്കൊന്ന് കഅബാലയത്തിലേക്ക് തന്നെ തിരിഞ്ഞു കിട്ടിയെങ്കിൽ, എന്റെ കേന്ദ്രം കഅബാലം തന്നെയാക്കി ഒന്ന് മാറ്റി കിട്ടിയെങ്കിൽ, എന്റെ പൂർവീകരായ അമ്പിയാവിന്റെ കേന്ദ്രം അതാണല്ലോ, എനിക്ക് അവിടേക്ക് തന്നെ ഒന്ന് തിരിയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ശക്തമായ ആഗ്രഹം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൽബിൽ തലം കെട്ടി നിന്നപ്പോൾ 10-16 മാസക്കാലം കഴിഞ്ഞപ്പോൾ രണ്ടാമതും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ നിർദ്ദേശം ബോധി കേൾപ്പിച്ചില്ലേ? അതേ ഹബീബായ നബിയേ, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, നിങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും സമർപ്പിച്ചുകൊണ്ടുള്ള നോട്ടവും ചിന്തയും അതൊക്കെയും പടച്ച റബ്ബ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങൊരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, നിങ്ങളുടെ തൃപ്തിയുള്ളത് ആ വിഷയത്തിൽ ഖിബ്ലത്ത് കഅബ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇനി അങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചോ നബിയേ. ഹബീബായ തങ്ങളുടെ തൃപ്തിയിൽ പരിപൂർണമായിക്കൊണ്ട് തൃപ്തി പ്രകടിപ്പിച്ച റബ്ബുൽ ഇസ്സത്ത്, ആ പടച്ച റബ്ബിൽ നിന്ന് എന്തും ലഭിക്കാൻ യോഗ്യത നേടിയ വ്യക്തിത്വമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഹബീബായ തങ്ങൾക്ക് ടെൻഷന്റെ ഒരു വകുപ്പുമില്ല. നരകത്തിൽ പോകുമെന്ന ഭീതി വേണ്ട. ഹബീബായ തങ്ങൾ നരകത്തിലാണെങ്കിൽ പിന്നെ സ്വർഗ്ഗത്തിന് വേണ്ടിയുള്ളതാണ്. ആ സൃഷ്ടിന് തന്നെ പിന്നെ
പിന്നെ പ്രത്യാവശ്യമില്ലല്ലോ. ഹബീബായ തങ്ങൾക്ക് സ്വർഗം ലഭിക്കില്ലേ എന്ന് പ്രയാസമൊന്നും വേണ്ട. ഹബീബായ തങ്ങൾ സ്വർഗത്തിലേക്ക് പോയില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് പ്രവേശിക്കാൻ എല്ലാ അർത്ഥത്തിലും ആശ്വസിക്കാൻ അറിയുള്ള മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ തങ്ങൾക്ക് എന്തു വേണോ അത് ചെയ്തു കൊടുക്കാൻ പടച്ച റബ്ബ് തയ്യാറാണ്. ഉഹദിലേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, ഞാൻ ആവശ്യപ്പെടുകയാണ് ഒരു സ്വർണ്ണമാക്കി മാറ്റി തരാൻ എന്റെ റബ്ബ് തയ്യാറാണ്. വഴിക്ക് വേണ്ട എന്ത് ദുനിയവിയും ഉഖ്റവിയുമായ എന്ത് കാര്യം റസൂലുള്ള ആഗ്രഹിച്ചെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുന്ന റബ്ബ്. ഇങ്ങനത്തെ റബ്ബ് അവന്റെ ഹബീബ് എന്ന പ്രത്യേകമായ പരിഗണന നൽകിയ റസൂലുള്ളാഹി എല്ലാ അർത്ഥത്തിലും ആശ്വാസക്കാൻ അർഹതയുണ്ടെങ്കിൽ ആ ഹബീബായ തങ്ങൾക്ക് ആശ്വാസമില്ല. എന്തിന്റെ പേരിലാണ് ആശ്വാസമില്ലാത്തത്? നരകത്തിന്റെ പോകുമോ എന്ന പേടി കൊണ്ടോ, സ്വർഗം കിട്ടുകയില്ല എന്ന ഭീതി കൊണ്ടോ അല്ല, മറിച്ച് ഹബീബായ തങ്ങളുടെ ചിന്ത പിന്നെയോടുന്നത് ഈ കയ്യും കണക്കുമില്ലാത്ത എന്റെ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് ഈ വിനീതന്റെ ജീവിതത്തെ ധന്യമാക്കി തന്ന റബ്ബ്, ആ റബ്ബിന്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ തിരിച്ചു ചൊല്ലുന്ന സമയത്ത് ഒരു നന്ദിയുള്ള അടിമയായി പോകാൻ കഴിയണ്ടേ എന്ന ഒരൊറ്റ ചിന്ത. ആ നന്ദി ഞാൻ എത്ര ചെയ്താലും മതിയാകില്ലല്ലോ. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അതേ നന്ദി എത്ര ചെയ്യുന്നുവോ ഇനിയും വർദ്ധിപ്പിച്ചു തരാം. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതിന് പകരം നിഷേധാത്മകമായ സമീപനം നിങ്ങൾ അംഗീകരിച്ചു പോയാൽ ഇന്ന അദാബി ലശദീദ്, ശിക്ഷ കഠോരമാണ്, വേദനാജനകമാണെന്ന ഖുർആനിന്റെ പ്രഖ്യാപനം അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ അലട്ടുകയാണ്. രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടിയ പ്രവാചകനോട് അതേ പ്രവാചക പ്രേമിയായ മഹാനായ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു കാവ്യസയകമായി നൽകിയ സൂചന നമുക്ക് എപ്പോഴും ഓർമ്മയുള്ളതല്ലേ. വലം തുസുന്നതമൽ അഹ്യല്ലാഹുലാമാഇലാ അനിസ്തകത് ഖദമാ മിൻ വറമി. രാത്രി മുഴുക്ക നിസ്കാരം വർദ്ധിപ്പിച്ച് കാലിൽ നീരി കെട്ടി കാല് പോലും സങ്കടം പറയുന്ന അവസ്ഥയിലെത്തിയപ്പോ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പോലത്തെ മഹദിമാരും പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളും വളരെ വേദനയോടെ ചോദിച്ചല്ലോ, ഹബീബായ തങ്ങളെ, എല്ലാ അർത്ഥത്തിലും ആശ്വസിക്കാൻ അവകാശമുള്ള തങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ ഹബീബ് കുലുങ്ങി കുലുങ്ങി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് തിരിച്ചു ചോദിച്ച ചോദ്യം, അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ളൊരടിമയാകണ്ടയോ ഞാൻ?